സാധാരണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം NDA മുന്നണിയുടെ ഭാഗമാകാതിരുന്ന ഘട്ടങ്ങളിൽ പോലും BRSും അതുപോലെ തന്നെ BJDയും ഒക്കെ ഗവൺമെൻറ്റിനെ BJPയെ പിന്തുണച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ ന്യൂട്രലാകുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്നു. ഭാവിയിൽ അവരും ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന പ്രതിപക്ഷ ഐക്യനിരയുടെ ഭാഗമായി മാറും എന്നതിൻ്റെ സൂചനയാണ്. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ്, ഇന്ത്യ മുന്നണിയുടെ ഐക്യം, രാഷ്ട്രീയ നിലപാടുകളിലുള്ള പൊതുവായ സമവായം, അത് വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആയുസ് തന്നെ എണ്ണപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും. അതാണ് BJP ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ബീഹാർ സംസ്ഥാനത്ത് തന്നെ NDA സഖ്യത്തിലുണ്ടായിട്ടുള്ള വിള്ളലും അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ